അയ്യോ ഇവിടുന്ന് അകത്ത് കയറ്റാനാണ് ബിഹൈൻഡ് ദ ഷോ. ഇതിൽ കുറച്ചുകൂടി ബിഹൈൻഡ് ഉണ്ട്, കാണിക്കാൻ പറ്റും. പർച്ചേസിങ്ങിന് ഇറങ്ങിയതാ. പർച്ചേസിങ് കണ്ടില്ലേ, ഷർട്ട്, ഷൂ, എന്തൊക്കെയാ. കോട്ട് എടുക്കണം, നാളെ ഷൂട്ടിംഗ് ആണ്. എയർബോൺ ഏവിയേഷന്റെ ഷൂട്ടിംഗ് നാളെ. ഷൂട്ടിംഗ് ആണ് ജഗദീഷ് സാറുമായിട്ട്. അതിന് മുമ്പ് കിട്ടിയ പരിക്കുകളേക്കണം. ഷട്ടിൽ കളി ആവേശത്തോടു കൂടി കളിച്ചതാണ്. പോട്ടെ ഇപ്പൊ കാല് നേരെ നിൽക്കാൻ വേണ്ടി എന്ത് ട്രീറ്റ്മെന്റ്? ഷോക്ക് വേവ് ട്രീറ്റ്മെന്റ് അടിച്ച് നേരെ നിർത്തിയെടുക്കുക. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഈ പ്രശ്നമുണ്ട്. കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. ഞങ്ങള് പോവാണ് പയ്യന്നൂർക്ക് പോവാണ്. ജഗദീഷ് ചേട്ടനെ കാണാൻ പോവാണ്. മാർക്കോ ചേട്ടനെ കാണാൻ പോവാണ്. രാവിലെ 7:30 ഷൂട്ട് തുടങ്ങും. ഞാൻ അഭിനയിക്കലടാ, ജീവിച്ചു കാണില്ലേ. എന്താ അത് തീർന്നിട്ട് എന്ത് അടിക്കാത്ത? ജഗദീഷേട്ടൻ വന്നിരിക്കും. അനുഗ്രഹിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹം. ട്യൂഷൻ എന്ന് പറയുമ്പോ കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ടെൻഷൻ ആവുന്നത്. വിട്ടാ മതി അല്ലേ? അതെ. ഇത്ര അടുത്താ? 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 മിനിറ്റ് പോലും ഇല്ലല്ലോ. 1.5 മിനിറ്റ്. ഇവിടുന്ന് അകത്ത് കയറ്റാനാണ് 2 മിനിറ്റ്. ഇവിടെ സൂക്ഷിച്ചില്ലെങ്കിൽ മണിക്കൂറുകൾ വേസ്റ്റ് ആവും. ഒന്നുകൂടെ എത്ര എലിവേഷൻ കിട്ടിയില്ലേ? ആർക്കിടെക്ട്? അതെ, അടിപൊളി. DQ, അതുപോലെ പ്രകാശ് രാജ്, വിവേക്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ മേക്കപ്പ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു മോട്ടിവേഷനാണ് നിൽക്കുന്ന ഈ വലിയൊരു പ്രതിഭ. എൻ്റെ ഈ തടികളുടെ ആളുകൾ വലിയ മനുഷ്യൻ. ജീവിത വിജയങ്ങളുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വലിയ റോളുണ്ട്. ചായ അല്ല, ചന്ദനത്തിരി കത്തിച്ചിട്ട് ചായ വെക്കണം. ഈശ്വര. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജീവിത വിജയങ്ങളുടെ പിറകിൽ കപ്പ് നേരത്തെ എടുക്കാൻ ഞാൻ പറയാം. ക്യാമറ ആക്ഷൻ. അത്ര എളുപ്പമുള്ള പരിപാടി അല്ല. 2000 പേരെ ഇരുത്തിയ ഞാനിപ്പോ ഈ ഡയലോഗും അവിടുന്ന് വരുന്ന ഡയലോഗ് ഞാൻ അടിക്കും. പക്ഷെ പറഞ്ഞു കൊടുത്ത ഡയലോഗ് പറഞ്ഞ പോലെ അടിക്കാൻ ഒത്തിരി പണിയുണ്ട്. തലവേദന പിടിച്ചതേ. ഒരേ സാധനം വീണ്ടും വീണ്ടും പറഞ്ഞ് ഒരു പ്രശ്നമില്ലല്ലേ? ഞാൻ എന്റെ ക്ലാസ് എടുക്കാൻ പോണം. അതാണ് ഗരത് ഭായ്. ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ്. വെരി ഗുഡ്. അയ്യോ, അങ്ങനെ ഞാനും മമ്മൂട്ടിയും കൂടി, പിന്നെ ദുൽഖർ സൽമാൻ്റെ മേക്കപ്പ് മാനും കൂടി ഞങ്ങളങ്ങനെ ഷൂട്ടിങ്ങിൽ പോയപ്പോൾ ജഗദീഷ് ചേട്ടൻ ഫുള്ള് ഇവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ജഗദീഷ് ചേട്ടൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഒക്കെ റെഡിയാവും. സിനിമാക്കാരെ സമ്മതിക്കണം, സമ്മതിക്കണം. വണ്ണില് ദയാനന്ദൻ സാറിന്റെ ഈ വീട് എനിക്ക് വേണ്ടി പണിതതാണ്. പക്ഷേ 1-ലെ ക്യാരക്ടറൊക്കെ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രേക്ഷകനാണ്. ഇത്രയും ക്ലീനായിട്ട് 1-ലൊന്നും ആരും പറയില്ല. 1-ലെ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെക്കോർഡ് പ്രേക്ഷകനാണ്. അല്ല, ഇങ്ങനെയുള്ള നല്ല ഒബ്സർവേഷൻ കുറേ പേര് ഇങ്ങനെ കറക്റ്റായിട്ട് പറയുമ്പോൾ നമ്മൾ അത്ഭുതവും
ഒരു സന്തോഷം ഉണ്ടാവും. അതേപോലെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ആസിഫലി 4 പ്രാവശ്യം പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾസിലൊന്ന് ഹരികൃഷ്ണൻസിൽ എൻ്റെ അഡ്വക്കേറ്റാണ്. അത് രമ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹരികൃഷ്ണൻസ് ചർച്ച ചെയ്യപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ചിരുന്നാൽ പടം കഴിഞ്ഞിട്ട് സിയാദ് ഖോക്കർ എന്നെ വിളിച്ചു, താൻ ഇങ്ങനെയുള്ള വേഷങ്ങളൊന്നും ചെയ്യരുത്, എൻ്റെ കുട്ടികൾക്ക് കണ്ടിട്ട് സങ്കടം വന്നു, താനൊക്കെ വെറും പാവമില്ലേ, അപ്പൊ താൻ എന്തിനോട് പൂരനൊക്കെ അയ്യോ. അത് നടൻ ബൈജു എന്നെ വിളിച്ചല്ലോ, കാരണം നിങ്ങളിതൊന്നും ചെയ്യരുത് കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. എന്തിന് ഉറപ്പല്ലേ? ഓക്കെ. ഇപ്പൊ ഇവിടെ ഉണ്ടിട്ട് അയർ ബോംബ് 10 രൂപ. അപ്പൊ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ്. നന്നായി. You can arrest me, sir. റീടേക്ക് വേണോ സർ? റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീടേക്കുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അതെ, ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോളുണ്ട്. And the award for the best job oriented college goes to Airborne. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. Airborne College of Aviation and Management Studies, Payyanur. Courses: BBA with Aviation and Logistics, BBA with Aviation, BCom with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus your dream job with Airborne.